നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ദൈവം. പലരുടെയും ചോദ്യമാണ്, ദൈവമുണ്ടോ? ദൈവത്തിന് ശക്തിയുണ്ടോ? തീർച്ചയായിട്ടും ദൈവമുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട്. അതിന് പ്രധാനം ഇന്ന് നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അയ്യപ്പ, നീയാണ് താരം. കാരണം ഒരു വിശ്വാസമാണ് ക്ഷേത്രങ്ങൾ, മോസ്ക്, പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. അവിടെ വരുന്ന സമ്പത്ത് അത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പള്ളിയിലാകട്ടെ, ഒരു മോസ്കിലാകട്ടെ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലാകട്ടെ, ജനങ്ങളെ കൊണ്ട് കൊടുക്കുന്ന സമ്പത്ത് അത് ഭഗവാനല്ല, ഭഗവാന്റെ അക്കൗണ്ടിലേക്ക് പോകാറില്ല, ഭഗവാൻ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ട് അലമാരയിൽ വെച്ച് പൂട്ടാറില്ല. പക്ഷേ ആ ആരാധനാലയത്തിൻ്റെ സമ്പത്താണത്. ആ സമ്പത്തിൽ കൈവച്ചാൽ എന്തായിത്തീരും? ദൈവത്തിന് ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അത് കൊണ്ടുപോയാൽ അങ്ങ് കൊണ്ടുപോകും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ സംഭവം ഇത്രയും രൂക്ഷമായത്. ഇതിൻ്റെ സത്യാവസ്ഥകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ക്ഷേത്രം സംരക്ഷിക്കേണ്ടവരാരാണോ അവരാണ് ഇതെടുത്തിരിക്കുന്നത്. അവർക്കാണ് എല്ലാ അധികാരവും. അന്വേഷണം വേണോ വേണ്ടയോ, ഇത് പുറത്തു കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത് വരെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അധികാരമുള്ളവരാണ്. പക്ഷെ അവരെപ്പോലും കുരുക്കുന്ന വിധത്തിലേക്ക്, അവരെപ്പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന, ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധത തെളിയിക്കുന്ന വിധത്തിലേക്ക് അയ്യപ്പൻ്റെ ആ ഒരു ശക്തി, അയ്യപ്പനുണ്ട് എന്നുള്ളൊരു വിശ്വാസം വരുന്ന വിധത്തിലുള്ള ശക്തി അതാ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പ്രകടമായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇനിയും അയ്യപ്പനില്ല, അല്ലെങ്കിൽ ദൈവമില്ല, അള്ളാ ഇല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ നടന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കൊള്ള, ഇന്ന് ഇത്ര ടെക്നോളജി പോലും ഇല്ലാതിരുന്ന സമയത്തിന് പോലും ചെറിയ ഒരു പരീക്ഷ പേപ്പറിൻ്റെ ഒരു തുണ്ട് വെച്ചിട്ട് അത് കണ്ടുപിടിച്ചു. അത് ദൈവത്തിൻ്റെ ശക്തിയാണത്. അത് ഏറ്റുമാനൂർ അപ്പൻ്റെ ശക്തിയാണ്, അപ്പൻ കാണിച്ചു കൊടുത്ത വഴിയാണ്. അതുപോലെ തന്നെ അയ്യപ്പൻ്റെ അടുത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയത് എല്ലാം പൈയില്ലാതെ കണ്ടുപിടിച്ചിരിക്കും, അതിൻ്റെ സംശയം വേണ്ട. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. കാരണം ഇത് കണ്ടുപിടിക്കേണ്ട മനുഷ്യനാണ്. ആ മനുഷ്യൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചിരുന്നത്. കള്ളൻ കപ്പലിൽ തന്നെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഒരു അന്വേഷണത്തിൽ കൂടി കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ അതിനുള്ള ഇതുവരെ നടക്കാത്ത വഴികൾ കോടതി നിയമപരമായിട്ട് ഇടപെട്ട് കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയും ആരൊക്കെയാണോ അധികാരപ്പെട്ടവർ അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കള്ളന്മാർ എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. അത് അയ്യപ്പൻ എന്ന് മാത്രം ഞാൻ പറയുന്നത്, ഏത് ദൈവത്തിനായാലും ഏത് മതത്തിൽപ്പെട്ട ദൈവങ്ങൾക്കായാലും ശക്തിയുണ്ട്. ആ ശക്തി അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഭക്തജനങ്ങൾ വരുന്നത്. അയ്യപ്പൻ്റെ കാര്യം തന്നെ നോക്കൂ, ശബരിമലയിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലുള്ള നമ്മളാണെങ്കിൽ നമുക്കറിയാം, ശബരിമലയിൽ പോകണം അതിന് വലിയ ചടങ്ങൊന്നുമല്ല. ഒരു ആഘോഷത്തോടു കൂടി രാവിലെ കുളിച്ച് മാലയിടുന്നു, വൈകിട്ട് കെട്ടുകെട്ടി ശബരിമല പോകുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ഇത് കണ്ടായിരുന്നോ? ഇത് ശരിക്കും പറഞ്ഞാൽ മംഗലാപുരത്തു നിന്നും, മംഗലാപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടക ഭാഗത്ത് വരുന്ന മംഗലാപുരത്തു നിന്നും കാൽനടയായി നമ്മുടെ ശബരിമലയിലേക്ക് നടന്നു വരുന്ന ഭക്തജനങ്ങളാണ്. അവിടെ നിന്ന് കെട്ടി കാൽനടയായിട്ടാണ് നടന്നത്. തിരിച്ചവർ ബസ്സിലാണ് പോകുന്നത്. എത്ര കിലോമീറ്ററാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു വർഷത്തിൽ അവർ ജോലി ചെയ്യുന്നതിന് ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ അവർ നടന്ന്, അതായത് കല്ലും മുള്ളും തന്നെ ചവിട്ടി നടന്ന് അയ്യപ്പൻ വന്ന് കണ്ടിട്ട് പോകുന്നു. അത്രയേറെ വിശ്വാസമാണ്. അയ്യപ്പനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അവർ വരുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഗോവയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ രാത്രി ഒന്ന് കണ്ടതാണ്. ശബരിമല കെട്ടാണ്, അതായത് പള്ളിക്കെട്ട് കെട്ടി അയ്യപ്പൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മളവിടെ പള്ളിക്കെട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? പക്ഷേ ഇത് അങ്ങനെയല്ല. 50-60 പേരടങ്ങുന്ന ഒരു സംഘം. ആ സംഘം ഒരു ഭാഗത്ത് ക്ഷേത്രം പോലെ കെട്ടി അവിടെ അയ്യപ്പൻ്റെ പടമൊക്കെ വെച്ച് പൂജയും കാര്യങ്ങളുമായിട്ട് അവിടെ അവരെ കുടുംബക്കാരും എല്ലാവരുമായിട്ട് ഒരു വലിയ ഉത്സവത്തിൻ്റെ ആൾക്കാർ തന്നെയുണ്ട്. മറ്റൊരു മൈതാനത്ത്, ഇതിനവിടുന്ന് കുറച്ച് മാറി ഒരു മൈതാനത്ത് അവിടെ ഒരു കലാരൂപം അരങ്ങേറുകയാണ്. നമ്മളിവിടെ കാണുന്ന കഥകളിയോ ഓട്ടംതുള്ളലോ അല്ലെങ്കിൽ ഈ ഓപ്പറ ഡാൻസ് പോലെയൊക്കെ ഉള്ളത് അയ്യപ്പ ചരിതമാണ്. അയ്യപ്പൻ വന്നിട്ട്, ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന അയ്യപ്പൻ വന്നിട്ട് ഈ മഹിഷിയെ വരം കൊടുത്ത്
മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന, മാളികപ്പുറത്ത് അമ്മയാക്കി മാറ്റുന്ന സീനാണ് അവസാനം ഞാൻ ചെന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മാളികപ്പുറമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ 50 പുറത്തു വരുന്ന അയ്യപ്പന്മാർ അവിടെ നിന്നും നേരെ ശരണം വിളിച്ചുകൊണ്ട് ഈ കലാരൂപം നടക്കുന്ന ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു 10-20 അടി നീളം വരുന്ന ഒരു കുഴിയെന്ന് വെച്ചാൽ ഒരു 3-4 അടി താഴ്ച വരുള്ളൂ. ഈ കുഴിക്കകത്ത് വിറക് കത്തിച്ച് കനലിങ്ങനെ പൊട്ടുന്ന വിധത്തിൽ അത്രയും അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ക്യാമറ കൊണ്ട് അടുത്തുപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ചൂട് ഇങ്ങനെ എടുക്കുകയാണ്. അതിനെ അവർ തട്ടി ഈ നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് ഈ അയ്യപ്പന്മാരെല്ലാം ഈ കനലിൻ്റെ ഈ കനൽ പാതയുടെ ഒരു ഭാഗത്ത് നിന്നിട്ട് അതിൽ കൂടി ഇറങ്ങി ഓടി അപ്പുറം പോവുകയാണ്. ഒരു പ്രാവശ്യമല്ല, അങ്ങനെ 3 പ്രാവശ്യം. ഈ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ അയ്യപ്പന്മാരും അങ്ങനെ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഇവിടെ വന്ന് അവർ ദീപാരാധനയൊക്കെ കൊടുത്ത് കെട്ടി വണ്ടിയിൽ കയറി ഒക്കെ പോകുന്നത്. എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവർ ശബരിമലയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വരുന്നവർ അവർ കെട്ടുകണക്കിനാണ് പണം കൊണ്ടുവരുന്നത്. വളരെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അയ്യപ്പന് അവർ കാണിക്കയായി സമർപ്പിക്കുന്ന ധനം ശരിക്കു പറഞ്ഞാൽ അവരുടെ വിയർപ്പിൻ്റെ ഫലം തന്നെയാണ്. അത് അവരുടെ കുടുംബത്തിന് പോലും ശരിക്കും ഇത് അവരുടെ കുടുംബത്തിലേക്ക് വിനിയോഗിക്കാൻ പറ്റും. ഒരു അരപ്പവൻ്റെ സ്വർണ്ണമെങ്കിലും വാങ്ങിച്ച് ഭാര്യയ്ക്കോ മകൾക്കോ കൊടുക്കാൻ പറ്റും ഈ വരുന്ന പൈസ കൊണ്ട്. അത്രയും ദിവസം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റും. അത് വീണ്ടും അവർക്ക് സമ്പാദ്യം കൂടുകയില്ല. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ അവർ കൂട്ടിവെച്ചിരിക്കുന്ന ധനമെല്ലാം എടുത്തുകൊണ്ട് അവർ നേരെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരിക, അതും ഇത്രയും കഷ്ടപ്പെട്ട്
നമ്മൾ ഒരു 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 തീപ്പെട്ടി കത്തി കിടന്ന് അതിൻ്റെ പുറത്തൂടെ ചവിട്ടിയിട്ടാണോ നമ്മൾ പോകുന്നത്? അത്രയൊക്കെ കഠിനമായിട്ടാണോ നമ്മൾ വരുന്നത്? പക്ഷേ ഈ അന്യദേശക്കാർ വരുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണോ ശബരിമലയിൽ അവർ ഇത്രയും വരുന്നത്? കനലാട്ടം നടത്തിയും ഇത്രയും ദൂരം നടന്നും ഒക്കെ കഷ്ടപ്പെട്ട് അവർ അയ്യപ്പനെ കാണാൻ വരുമ്പോൾ അയ്യപ്പന് ശക്തിയില്ലേ? ഉണ്ട്. പക്ഷേ കേരളത്തിലുള്ള നമ്മളത് തിരിച്ചറിഞ്ഞില്ല. എത്രയോ വർഷത്തിനു മുമ്പ് മറ്റ് സംസ്ഥാനത്തുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് അയ്യപ്പൻ ശക്തിയാണ്, അയ്യപ്പൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായാലും അവർ അയ്യപ്പനെ കാണാൻ വരികയും അടുത്ത വർഷം വീണ്ടും ഇത്രയും ധനം അവർ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരുന്നതിന് ചിലവാക്കിയാലും അത്രയും സമയം ചിലവാക്കിയാലും ബാക്കി സമയം കൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്നു. അതായത് അയ്യപ്പൻ്റെ അടുത്ത് വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ വീണ്ടും 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 വരുന്നത്. നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് അയ്യപ്പൻ്റെ ശക്തി മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് അയ്യപ്പൻ്റെ ഉടുമുണ്ട് വരെ അടിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകുന്നു, അയ്യപ്പ നീയാണ് താരം. ശക്തിയുണ്ട് ദൈവങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പന് മാത്രമല്ല, അതായത് ഹിന്ദു ദൈവങ്ങൾക്ക് മാത്രമല്ല, ഈശോയ്ക്കും അള്ളാഹുവിനും ഒക്കെ ശക്തിയുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളും ഈ 3 ശക്തികളെയും ആരാധിക്കുന്നത്. വെറുതെയൊന്നുമല്ല, അവരെ മണ്ടന്മാരൊന്നുമല്ല. മണ്ടന്മാരാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് മരമണ്ടന്മാർ. അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അയ്യപ്പൻ്റെ ശക്തി അത് ഈ ഭൂമിയും ആകാശവും കടലും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഞാൻ അവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് പരിശോധിച്ച് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയണമെന്നുണ്ട് നേരിട്ട് വരിക. അത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.